പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെതിരെ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളുണ്ട്. 1000-ലധികം പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ജിഷ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോമി, 10:30-ഓടെയാണ് 1000-ഓളം പേജ് വരുന്ന കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ S. ശശിധരന്റെ നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന് ഉറപ്പാക്കുന്ന വിവരങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനാധാരമായി ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പോലീസ് നിരത്തുന്നു. ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇവയാണ്. ഒന്ന്, ബലാത്സംഗ ശ്രമത്തിനിടെ അമീർ ജിഷയുടെ പുറത്ത് കടിച്ചിരുന്നു. ചുരിദാറിൽ പുരണ്ട ഉമിനീരിൽ നിന്ന് പ്രതിയുടെ DNA വേർതിരിച്ചെടുത്തു. 2, ജിഷയുടെ നഖങ്ങളിൽ അമീറുൽ ഇസ്ലാമിന്റെ തൊലി പറ്റിപ്പിടിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള DNA വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ചുരിദാറിലെ ചോരയിൽ നിന്ന് അമീറിന്റെ DNA വേർതിരിച്ചെടുത്തു. വീട്ടിലെ വാതിലിൽ നിന്ന് അമീറിന്റെ രക്തം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തിട്ടുണ്ട്. കൊലക്കത്തിയിൽ നിന്ന് ജിഷയുടെ DNA കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ ചെരുപ്പില് ജിഷയുടെ രക്തത്തിൽ നിന്ന് DNA കണ്ടെത്തിയിട്ടുണ്ട്. ചെരുപ്പിൽ പതിഞ്ഞ മണൽ ജിഷയുടെ വീട്ടിലേതാണെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രധാനമായും 7 ശാസ്ത്രീയ തെളിവുകളാണ് ഈ കുറ്റപത്രത്തിൽ പോലീസ് തെളിവായി സൂചിപ്പിച്ചിരിക്കുന്നത്. 1000-ലധികം പേജ് വരുന്ന കുറ്റപത്രത്തിൽ 527 പേരുടെ മൊഴികൾ ആണ് ഉള്ളത്. ഇത് മൊഴികൾ മാത്രം തന്നെ 600 പേജോളം വരും. 195 സാക്ഷികൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ട്. 70 തൊണ്ടുമുതലുകളും ഉണ്ട്. ഇതുകൂടാതെ അമീറുൽ ഇസ്ലാമിനെതിരെ പ്രധാനമായും 7 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ബലാത്സംഗം, ലൈംഗിക അതിക്രമം, കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തടഞ്ഞുവെക്കൽ, ഇതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, ഇത്തരത്തിൽ പ്രധാനമായും 7 വകുപ്പുകളാണ് അമീറുൽ ഇസ്ലാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കുറ്റപത്രം ഇനി പരിഗണിക്കുന്നത് ഈ മാസം 20-നായിരിക്കും. 20-നാണ് ഈ കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വരിക. അന്നാണ് ഈ കേസ് പരിഗണിക്കുക. ടോമി. ഉമേഷ്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഒക്കെ ആണ് ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ പ്രതിയുടേതെന്ന് പറഞ്ഞ് സൂചിപ്പിക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു ദൃക്സാക്ഷി ഇല്ല എന്നത് ഒരു ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴുതുകളെ ഒക്കെ അടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതെന്ന് ഉറച്ചു നമുക്ക് വിശ്വസിക്കാനാകുമോ? തീർച്ചയായും പറയാനാവും. കാരണം പഴുതടച്ച കുറ്റപത്രം തന്നെയാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൊലപാതകം ചെയ്ത ശേഷം അമീറുൽ ഇസ്ലാം പുറത്തിറങ്ങി വരുന്നത് കണ്ട അയൽവാസിയെ പ്രധാന സാക്ഷിയായി അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച 7 ശാസ്ത്രീയ തെളിവുകളുടെ വിശദമായ പട്ടിക തന്നെയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ രീതിയിലുള്ള പരിശോധന തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇതിനായി 23 പേരുടെ DNA പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഇത്തരത്തിൽ അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 2 ലക്ഷത്തോളം ടെലിഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. 5000 പേരുടെ വിരലടയാളം പോലീസ് ശേഖരിച്ചു. ഇത്തരത്തിൽ ഇതിൽ നിന്നെല്ലാം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തി അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളുടെ വിശദമായ പട്ടികയും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇയാൾക്കെതിരെ 7ഓളം വകുപ്പും പോലീസ് ചുമത്തിയിട്ടുണ്ട്. 1000-ലധികം പേജ് വരുന്ന കുറ്റപത്രത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 195 സാക്ഷികളുണ്ട്. അതിൽ 600ഓളം പേജ് മൊഴികൾ മാത്രമാണ്. അത്തരത്തിൽ സമഗ്രമായ ഒരു കുറ്റപത്രം തന്നെയാണ്, പഴുതടച്ച ഒരു കുറ്റപത്രം തന്നെയാണ് അന്വേഷണ സംഘം സമർപ്പിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ടോമി. ജിഷ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. K. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പുറ്റിങ്ങൽ വെടിക്കെട്ട് കരാറുകാരൻ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടനം. അപകട സമയത്ത് മണ്ണിൽ കുഴിച്ചിട്ട സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്താണ് സംഭവിച്ചത്? സ്വാമി, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ആണ് സംഭവം. പുറ്റിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കെട്ട് കരാറുകാരൻ സുരേന്ദ്രന്റെ വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത്. അന്ന് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ അപകടം നടന്നതിന് ശേഷം അപകടം നടന്നതിനെ തുടർന്ന് വീട്ടിൽ സൂക്ഷിക്കുകയും ശേഷിച്ചിരുന്നതുമായ പടക്കവും മറ്റും ആണ് ഇന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും പിന്നീട് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്ത് സുരേന്ദ്രൻ അന്ന് തന്നെ വെടിക്കെട്ട് അപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് സുരേന്ദ്രന്റെ വീടിന് സമീപമുള്ള മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയൽപക്കത്തെ വീടുകളുടെ ജനൽ ചില്ലുകളും മറ്റും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്.
മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ല. സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സോമി കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദച്ചാമിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് VM സുധീരൻ. ഇതിന് രാഷ്ട്രീയ താത്വിക നിലപാടുകൾ തടസ്സമാവരുതെന്നും സർക്കാർ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ലെന്നും സുധീരൻ. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗോവിന്ദച്ചാമിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമോ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ കാര്യമായ ആശങ്ക ജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ യാതൊരു സംശയം ആർക്കുമില്ല, വധശിക്ഷയെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് സാധാരണ കോടതി പറയാറുണ്ടല്ലോ. സൗമ്യ കേസ്, ജിഷ കേസ്, ഇതുപോലുള്ള കേസുകൾ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സൗമ്യ കേസ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലർമാരെ ഏകോപിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അഡ്വക്കേറ്റ് സുരേശൻ കേസിൽ അലംഭാവം കാണിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഷൊർണൂരിൽ സൗമ്യയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ സുപ്രീം കോടതിയിലെ കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ച് ഉത്തരവ് കൊടുത്തു. 2015 ഫെബ്രുവരിയിൽ സുരേഷിനെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന സീനിയർ ഗവൺമെൻറ് അഡ്വക്കേറ്റിനെ സഹായിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ഉത്തരവ് ഇറക്കി. ഈ 2 ഉത്തരവുകളും ഈ കേസ് നടത്തിപ്പിൽ പാലിച്ചിട്ടില്ല. ഈ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു കോർഡിനേഷന് ശ്രമിച്ചിട്ടില്ല. ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയെ വിട്ടയച്ചു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ടാണ് മേവാനിയെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എപ്പോഴാണ് ജിഗ്നേഷ് മേവാനിയെ വിട്ടയച്ചത്? സോമി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനിയെ വിട്ടയച്ചതായുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യമൊട്ടാകെയുള്ള ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഗുജറാത്തിൽ ചില ദളിത് ഗ്രാമങ്ങളിൽ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ഇരുന്നിരുന്നു. ഈ ഗ്രാമ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്ക് നേരെ ദളിത് സംഘടനകൾ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുജറാത്ത് പോലീസ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ജിഗ്നേഷ് മെവാനിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇദ്ദേഹത്തെ ഒരു അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു ഇന്നലെ രാത്രി മുതൽ പാർപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യമൊട്ടാകെ ഉയർന്നിരുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഇക്കാര്യത്തിൽ എന്ത് കാരണത്താലാണ് പോലീസ് ജിഗ്നേഷ് മെവാനിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കണമെന്ന് നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ SFI ഇന്ന് 11:30 വലിയ പ്രതിഷേധം ഈ പോലീസ് നടപടിക്കെതിരെ ഉയർത്താനിരിക്കുകയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജിഗ്നേഷ് മെവാനിയെ വിട്ടയക്കുന്നതായുള്ള വിവരം ലഭിക്കുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഗുജറാത്തിലും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം പ്രധാനമായി നടക്കുന്നത് ഗാന്ധിനഗറിലാണ്. ഈ ഗാന്ധിനഗറിലും മറ്റു സ്ഥലങ്ങളിലും ചില പട്ടേൽ വിഭാഗത്തിലെ ആളുകളും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ചില പട്ടേൽ നേതാക്കളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരെ ഇതുവരെയും വിട്ടയക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഗുജറാത്ത് പോലീസിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ തുടർ മുഖം മാത്രമാണ് ഈ നിലവിൽ മെവാനിയുടെ അറസ്റ്റ് എന്നുകൂടിയാണ് നിലവിൽ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ ദില്ലിയിൽ ദളിത് സംഘർഷ് റാലി നടന്നിരുന്നു. ദളിതർക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു ഇന്നലെ ദില്ലിയിൽ നടന്നിരുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം നേതൃത്വം നൽകിയ റാലിയിൽ ജിഗ്നേഷ് മെവാനിയും സംസാരിച്ചിരുന്നു. ഈ റാലിയിൽ പങ്കെടുത്ത് തിരികെ ഗുജറാത്തിലേക്ക് പോകും വഴിയായിരുന്നു അഹമ്മദാബാദിൽ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ ജിഗ്നേഷ് മെവാനിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. സോമി, മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി.
സ്വാമി, ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം രാവിലെ 10 മണിയോടുകൂടി CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ യോഗം ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും അജണ്ടയിൽ ഒന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനാ വിഷയങ്ങളാണ്. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ പുരോഗതി വിലയിരുത്തും. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്ലീന കമ്മിറ്റി തീരുമാനങ്ങൾ ഏതുവരെ നടപ്പിലാക്കി എന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വായിക്കും. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യും. രണ്ടാമതായി കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർട്ടി ആരംഭം കുറിച്ച ജനകീയ പ്രക്ഷോഭം ഏതുവരെയായി എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ഉണ്ടാകും. നേരത്തെ സെപ്റ്റംബർ 2-ന് തൊഴിലാളി സമരമൊക്കെ കേന്ദ്ര സർക്കാരിന് എതിരെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിലയിരുത്തൽ കൂടി യോഗത്തിൽ ഉണ്ടാകും. മൂന്നാമത്തേത് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദി ആഘോഷം വരികയാണ്. ഇതിൻ്റെ ആഘോഷ പരിപാടികൾ എത്രത്തോളമായി എല്ലാ ജില്ലകളും എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും വരെ ആഘോഷ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി യോഗത്തിലുണ്ടാകും. മറ്റ് വിഷയങ്ങൾ അംഗങ്ങൾ ഉയർത്തുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. 3 ദിവസം നീളുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. സംഘടനാ വിഷയങ്ങളും പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ലോറി ഉടമകളുമായി ഉണ്ടാക്കിയ കരാറിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. 75 ലക്ഷം രൂപ അനധികൃതമായി കരാറുകാരന് നൽകിയെന്നും ഇത് ഉത്തരവാദികളിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു. ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ബ്രഹ്മപുരം പ്ലാന്റിലെത്തിക്കാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്ക് നൽകിയ കരാറിലാണ് കൃത്രിമം നടന്നത്. 2013-14 വർഷം ഒപ്പിട്ട കരാർ 2014-15 വർഷത്തിലേക്കും പുതിയ ടെൻഡർ വിളിക്കാതെ പുതുക്കി നൽകിയതായി കണ്ടെത്തി. അതേ കരാറുകാരന് തന്നെയാണ് നിയമവിരുദ്ധമായി കരാർ പുതുക്കി നൽകിയത്. പ്രതിദിനം 2 തവണ 10 ടൺ വീതം മാലിന്യം ഓരോ ലോറിയും പ്ലാന്റിലെത്തിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ കേവലം 4.5 ടൺ മാലിന്യം മാത്രമാണ് ഓരോ ലോറിയിലും എത്തിച്ചത്. 10 ടണ്ണിന് നിശ്ചയിച്ച പ്രതിഫലമായ 2750 രൂപ കരാറുകാരന് നൽകുകയും ചെയ്തു. ഇതുവഴി കോർപ്പറേഷന് വൻ തുക നഷ്ടമായി. കരാറിലുണ്ടായിരുന്ന വ്യവസ്ഥ അജണ്ട നോട്ടിലും വർക്ക് ഓർഡറിലും ഒഴിവാക്കി കരാറുകാരനെ സഹായിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. 1,40 ലക്ഷം രൂപയാണ് RSP കൺസ്ട്രക്ഷൻസ് എന്ന സ്വകാര്യ കമ്പനി കൈപ്പറ്റിയത്. കേവലം 70 ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്താണ് ഇരട്ടി തുക കരാറുകാരന് ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനധികൃതമായി നൽകിയ 75 ലക്ഷം രൂപ കരാറുകാരനിൽ നിന്നും ഉത്തരവാദികളായ ജീവനക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചിറ്റാറിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജെയിൻ വീലിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 15 വയസ്സുകാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി പ്രിയങ്ക വെന്റിലേറ്ററിലായിരുന്നു. മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്കയോടൊപ്പം തന്നെ ജെയിൻ വീലിൽ നിന്ന് തെറിച്ചു വീണ സഹോദരൻ അലൻ തൽക്ഷണം മരിച്ചിരുന്നു. തിരികെ വാർത്തയിലേക്ക്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ പുലിക്കളി ഇന്ന്. അരമണി കെട്ടി വയർകുലുക്കി പുറത്തുചാടുന്ന പുലിവേഷക്കാർ പൂരനഗരിയിലെത്തുന്ന ആയിരങ്ങളെ ആവേശം കൊള്ളിക്കും. സാംസ്കാരിക നഗരിയിൽ നിന്ന് ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുലികൾ തൃശൂർ നഗരത്തെ കീഴടക്കാനുള്ളത്. രാവിലെ മുതൽ തുടങ്ങിയ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? തീർച്ചയായും സ്വാമി സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ മുതൽ തന്നെ പുലികളെ ഒരുക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രത്യേക നിറച്ചാർത്തുകൾ ഒരുക്കി വെച്ചിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ അർദ്ധരാത്രി മുതൽ തന്നെ ഇത്തരത്തിൽ പുലികളുടെ മേൽ ചായം പൂശുന്നതിനുള്ള ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ 10 സംഘങ്ങളാണ് ഇക്കുറി പുലികളിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടക്കേ അങ്ങാടി ദേശത്തിൻ്റെ പുലിമടയിലാണ്. ഇവിടെയും പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടിപ്പുലികൾ മുതൽ 60 വയസ്സിനടുത്തുള്ള പുലികൾ വരെ പുലികളി സംഘത്തിലുണ്ട്. തുടർച്ചയായി 60 വർഷം പുലികളികളിൽ പങ്കെടുത്തിട്ടുള്ള പുലികളും വിവിധ സംഘങ്ങളിലായി ഉണ്ട്. ഇവരുടെ ഒരുക്കങ്ങളിലേക്ക് എത്താം. നിലവിൽ ഇപ്പോൾ ഇവിടെ പുലികളിക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുലി. ചേട്ടൻ എത്ര വർഷമായി വേഷമിടുന്നു? ഇപ്പോൾ ഞാൻ 10 വർഷമായിട്ട് പുലികളി വേഷം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സംഘത്തിന് വേണ്ടിയായിരുന്നു
ആദ്യം ചെയ്തത് വിയൂര് ദർശനത്തിന് വേണ്ടിയാണ് ചെയ്തത്. പിന്നെ നായക്കനാൽ, പിന്നെ ഈ ടീം, പിന്നെ പൂങ്കുന്നം, കുട്ടംകുളങ്ങര, അങ്ങനെ മയിലിപ്പാടം, അങ്ങനെ. ഈ വർഷം ഇപ്പോൾ വിയൂർ ദേശത്തിന്റെ ഭാഗമായിട്ട് വനിതാ പുലികൾ കൂടി എത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ ഒരു പൊതുവെ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. നമ്മൾ ഈ തൃശ്ശൂർ ഈ പുലിക്കളിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സ്ത്രീകളും കൂടി വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഇതുണ്ട്, പ്രോത്സാഹനം നമ്മൾ കൊടുക്കും. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ മുമ്പോട്ട് വന്നാൽ അവർക്ക് സ്വാഗതം ചെയ്യും. പിന്നെന്താ, തീർച്ചയായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ കമ്മിറ്റികളും എല്ലാവരും ചെയ്തു കൊടുക്കും. ഇത്തരത്തിൽ പുലികൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പുലികളുടെ ചായം വരയ്ക്കുന്ന ആൾ, അദ്ദേഹത്തെ കൂടി സംസാരിക്കാം. ചേട്ടൻ, എന്ത് തരം നിറങ്ങളാണ് നമ്മൾ ഇതുവേണ്ടി ഉപയോഗിക്കുന്നത്? അത് സാധാരണ നമ്മൾ കളർ മേടിച്ച് നമ്മൾ വാർണിഷ് പൗഡറാണ് മേടിക്കുന്നത്. പൗഡർ മേടിച്ച് വാർണിഷ് മിക്സ് ചെയ്ത് അരക്കുകയാണ് ചെയ്യുന്നത്. അരച്ച് ചേർക്കുന്നു. അതിന് ശേഷം പിന്നെ പോരാത്തത് നമ്മൾ ഇനാമൽ യൂസ് ചെയ്യുന്നു. ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് ഞങ്ങൾ പണിയെടുത്ത് തുടങ്ങിയത്. മുത്തശ്ശൻ്റെ കാലം തൊട്ട് എനിക്ക് ചെറുപ്പം തൊട്ട് ഒരു 10 വയസ്സുള്ളപ്പോൾ തൊട്ട് നമ്മൾ ഫീൽഡിൽ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ, അതുപോലെ മേളത്തിൻ്റെ കൂടെ, അതിന് വരയ്ക്കുന്നതിൻ്റെ കൂടെ അത്രയും ചെറുപ്പം തൊട്ട് നമ്മൾ ഈ കലയിൽ വന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നുകൂടി ചെറുപ്പക്കാരെല്ലാവരും ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഇതാ നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ഒരുമിച്ചുള്ള അന്നത്തെ സംഘാടക സമിതിയിലുള്ള ആളാണ്. അന്നത്തെ സംഘാടക സമിതിയിലുള്ള ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. തീർച്ചയായും അത്തരത്തിൽ പുലികളിയുടെ ഒരു പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അഭിപ്രായം കേൾക്കേണ്ടതുണ്ട്. മുൻകാല പുലികളികളിൽ നേതൃത്വം നൽകിയിരുന്ന ഒരാൾ, അന്നത്തെ ഒരു പുലികളിയും ഇപ്പോഴത്തെ ഒരു പുലികളുടെ ആവേശം തമ്മിൽ എത്രത്തോളം മാറ്റമുണ്ട്? ഞങ്ങൾ 59 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഈ പെയിൻറ്റ് അരച്ചിട്ട് കൂട്ടുക, കയ്യിൽ ചിരട്ടയിലാണ് കൂട്ടി എടുക്കുക ഈ പുലികൾക്ക് കൊടുക്കാനും. ഇതിന് അന്ന് ഇതുമില്ല, കളക്ഷനും ഇല്ല, ഒന്നുമില്ല. ഈ പുലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓണം പിന്നെ കളിച്ച് വന്നു കഴിഞ്ഞിട്ട് ആ പൈസ മേടിച്ച് കൊണ്ടുവന്ന് വേണം കളക്ഷൻ വന്ന് 4 ഓണത്തിന് ഇറങ്ങാൻ. അങ്ങനെ പുലിക്കളി നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല ഇതതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ നല്ല സ്പോൺസറിങ് കൊണ്ട് നല്ല ഇതായിട്ട് നടക്കണു. ഇക്കുറി വനിതാ പുലികൾ കൂടി എത്തുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ്? ഞാൻ പേപ്പറിൽ കണ്ടു. അവിടെ എന്താ പോലീസ് മിയ എന്താ മറ്റവരെ കൂടി വരുന്നെന്ന് പറഞ്ഞു. അത് നമുക്കറിയില്ല. ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കുറേ കൊല്ലമായി. 59 എനിക്ക് 59 ഞാൻ SLC പഠിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടെ പുലിക്കളി. പിന്നെ അത് കഴിഞ്ഞൊക്കെ വന്ന് എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്, ഒക്കെ അത് ചെയ്യാറുണ്ട്. തീർച്ചയായും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുലികളിക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. എന്താണ് പുലികളിക്ക് പിന്നിലെ ഐതിഹ്യം? അക്കാര്യം വ്യക്തമാക്കുന്നതിനായി നമ്മുടെ ഈ സംഘത്തിൻ്റെ ഒരു പങ്കാളി കൂടിയായ റോബിൻ ചേരുന്നുണ്ട്. ചേട്ടൻ, ഈ പുലികളിയുടെ ഒരു ചരിത്രം എന്താണ്? പുലികളിയുടെ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ പൂർവികരും എന്നും മൂത്ത ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്, ചെട്ടിങ്ങാടി പള്ളി, മുസ്ലിം പള്ളിയുണ്ട്, അവിടെ പട്ടാണികൾ വന്നിട്ട് ആദ്യം ചായം പൂശിയിട്ട് അത് ജാതി ഭേദമില്ലാണ്ട് അവർ ചെയ്തിട്ടുള്ള സംഭവമാണ്. പിന്നീട് അത് പ്രചാരണ ഭാഗമായിട്ട് വന്നു, അത് എല്ലാവരും സഹകരിച്ചു വന്നു. പിന്നെ ആദ്യമായിട്ട് തൃശ്ശൂർ സ്വരാജ്യ റൗണ്ടിൽ പുലിക്കളി ചായം പൂശി പുലിക്കളി എന്നൊരു ദിൽജിത്ത്, തീർച്ചയായിട്ടും ദിൽജിത്തിലേക്ക് തന്നെ തിരിച്ച് എത്താം. ആവേശകരമായ പുലികളിയുടെ മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ വളരെ വേഗം തിരിച്ചെത്താം.